ജീവിതം മടുത്ത ഒരു ഭാര്യയെ കുറിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് ആ ഭാര്യ തന്നെ, അല്ലെങ്കിൽ ആ ലേഡി തന്നെ എന്നോട് ഫോണിലൂടെ വിവരിച്ച കാര്യമാണ്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. എൻ്റെ നമ്പർ അവരുടെ കൈവശവും ഉണ്ട്. അവർ ഒരു 7 മണിക്ക് രാത്രി എന്നെ വിളിച്ചതാണ്. 9 മണി വരെ 2 മണിക്കൂറോളമാണ് ആ സ്ത്രീ എന്നോട് സംസാരിച്ചത്. അവരുടെ സ്ഥലമോ പേരോ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം അത് പാടില്ലാത്ത കാര്യമാണ്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. കാരണം നിങ്ങളുടെ കുടുംബത്തിലും ഇത് നടന്നിരിക്കാം, ഇല്ലെങ്കിൽ നടക്കാൻ ഇടയുണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞ ഒരു വാചകം ഇതാണ് തുടക്കം. എന്നെ വിളിച്ചു, സുഖവിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് അവർ പറയുന്നത്, സാറേ, ജീവിതം മടുത്തു. ഞാൻ സാറിനെ വിളിച്ചത് ചില ഉപദേശങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്നെ ഉപദേശം കിട്ടാൻ വേണ്ടി വിളിക്കാൻ കാരണം, ഞാൻ മുമ്പ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഈ റിലേഷൻഷിപ്പ് മാറ്റേഴ്സിൽ കുറെ അധികം ഇൻവോൾവ് ചെയ്തിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. മിക്കവാറും ഫാമിലി കോർട്ടുകളിലൊക്കെ തന്നെ ചില പ്രധാന കേസുകളിൽ ഞാൻ പങ്കെടുക്കാറുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസന്റ് ആകാറുണ്ട്, വക്കാലത്ത് എടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരം അറിയാവുന്നത് കൊണ്ടാണ് ഈ ലേഡി ഈ കാര്യം ഞാനുമായി പങ്കുവെക്കുന്നത്. ഭർത്താവുമായി ചേർന്നുള്ള അവരുടെ ജീവിതം അവർക്ക് മതിയായി എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷങ്ങൾ ആയിരിക്കുന്നു. ഈ 14 വർഷങ്ങൾക്കിടയിൽ 3 കുട്ടികൾ അവർക്കുണ്ട്. കുട്ടികൾ, ഒരാൾ ഏറ്റവും ഇളയയാൾ 8ാം ക്ലാസ്സിലാണ്. ബാക്കി കുട്ടികൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളാണ് ഉള്ളത്. ഈ സ്ത്രീ ഒരു കുടുംബിനിയാണ്, ഹൗസ് വൈഫാണ്. ജോലിയില്ല ഇവർക്ക്. ഭർത്താവിന് ജോലിയുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ ജോലിയുള്ള ഭർത്താവാണ്. ഈ ഭർത്താവുമായിട്ടുള്ള ബന്ധം മതിയായി, മടുത്തു. ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. ഞാൻ ചോദിച്ചത് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയും എന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതം മടുത്തു എങ്കിൽ, ഭർത്താവുമായിട്ടുള്ള ജീവിതം മടുത്തു എങ്കിൽ വിവാഹമോചനം ആഗ്രഹിച്ചുകൊണ്ട് കേസ് കൊടുക്കുന്നതിന് വേണ്ടിയാണോ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞത്, കേസ് കൊടുത്ത് എനിക്ക് വിവാഹ മോചനം നേടാനല്ല സാർ, മറിച്ച് എന്നെ തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ജീവിതം വേണ്ട. ഈ മനുഷ്യനെ ഉപേക്ഷിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു വിവാഹമോചനം നേടി വേറൊരാളിനെ വിവാഹം കഴിക്കാം. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു വിവാഹമോചനം നടത്തിയാൽ എൻ്റെ കുടുംബക്കാർ എന്നെ പഴി പറയും, എൻ്റെ മക്കളും പഴി പറഞ്ഞേക്കാം, അവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലേക്ക് പോകാം. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മടുത്തുപോയ എൻ്റെ ഈ ജീവിതം ഇനി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് ആ ലേഡി എന്നോട് പറഞ്ഞ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു സ്ത്രീ പറയണം എങ്കിൽ അവർ എത്രത്തോളം ജീവിതം മടുത്തു പോയിരിക്കാം എന്നുള്ളതാണ്. ഇനി ഞാൻ ഓരോ ചോദ്യങ്ങളായി അവരെടുത്ത് ചോദിക്കുന്നതിന് അവർ പറഞ്ഞ ഉത്തരം കൂടി നിങ്ങൾ കേൾക്കുക. ഞാൻ ചോദിച്ചു, ഈ വിവാഹത്തിന് ശേഷവും ഭർത്താവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നന്നായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിന് അവർ പറഞ്ഞ മറുപടി, ആദ്യത്തെ ഒരു 6 മാസമൊക്കെ നന്നായി പോയി സാർ. നന്നായി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നാത്ത രീതിയിൽ പോയി. പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, എന്താണ് പ്രധാന പ്രശ്നം? സെക്സ് ആണോ? സെക്സ് റിലേറ്റഡ് ആയ ഇഷ്യൂസ് എന്തെങ്കിലും ആണോ? അതോ പുള്ളിയുടെ പെരുമാറ്റമാണോ? അദ്ദേഹത്തിൻ്റെ മദ്യപാനമോ വ്യഭിചാരങ്ങളോ മറ്റ് പ്രണയബന്ധങ്ങളോ എന്തെങ്കിലും ആണോ നിങ്ങൾക്ക് ഈ മടുപ്പ് ഉണ്ടാക്കുന്നത്? അവർ പറഞ്ഞ മറുപടി, സാറേ, അത് ഒന്നുമല്ല. അതൊന്നുമല്ലെങ്കിൽ എന്താണ് ജീവിതം മടുക്കാൻ നിങ്ങൾക്ക് ഇടയായ കാര്യം?
അപ്പോൾ അവർ പറഞ്ഞത്, സാർ ഇപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ, സെക്സ് ആണോ എന്ന് ചോദിച്ചു, അതുപോലെ പെരുമാറ്റ വൈകല്യമാണോ എന്ന് ചോദിച്ചു, പിന്നെ അതേപോലെ സാമ്പത്തികപരമായി എൻ്റെ കുടുംബം നോക്കുന്നതിൽ ഭർത്താവ് വീഴ്ച വരുത്തുന്നത് കൊണ്ടാണോ എന്നുള്ളതാണ്, വ്യഭിചാരം കാരണമാണോ എന്ന് ചോദിച്ചു, പ്രണയബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതെല്ലാം സാറ് ചോദിച്ചു. പക്ഷേ ഇത് എല്ലാം തന്നെ ഞാൻ നിഷേധിക്കുമ്പോഴും ഒരു കാര്യം ഞാൻ പറയാം. ഭർത്താവ് എന്താണെന്ന് ആദ്യം എൻ്റെ ഭർത്താവ് മനസ്സിലാക്കിയിട്ടില്ല. ഭാര്യയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഭാര്യയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഈ മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കാരണം അദ്ദേഹം എല്ലാം തരുന്നു. എനിക്ക് ഇപ്പോൾ സ്വന്തമായി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് വീടെങ്കിലും വീടുണ്ട്, കാറുണ്ട്, യാതൊരു തര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ല. മക്കളെ അദ്ദേഹം ആവശ്യത്തിന് വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. പക്ഷേ എന്നെ ഒരു ഭാര്യ എന്നത് മാത്രം ഒരു യന്ത്രമെന്നുള്ള നിലയിലുള്ള കൺസെപ്റ്റ് അല്ലാതെ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, എന്നെ ആഹ്ലാദവതിയാക്കാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. വാക്കുകൊണ്ടില്ല, പ്രവൃത്തി കൊണ്ടുമില്ല. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കി വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു, കാറ് വാങ്ങി ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതാണോ സാർ ഒരു ദാമ്പത്യം എന്നാണ് ആ സ്ത്രീ എന്നോട് ചോദിച്ചത്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദാമ്പത്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സാർ, ഞാൻ ഒരു പെണ്ണല്ലേ, എൻ്റെ ഭർത്താവിൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? ഈ 14 വർഷത്തിനിടയ്ക്ക് ഒരു വട്ടം പോലും അദ്ദേഹം എന്നെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാമോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, സാർ, ഞാനൊരു നല്ല ഡ്രസ്സ് ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് അത് നന്നായിരിക്കുന്നോ, എനിക്ക് അത് ചേർന്നതാണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു റിമാർക്സ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ സാർ? ഇന്നുവരെ പുതിയ ഡ്രസ്സ് അദ്ദേഹം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ ഡ്രസ്സ് ധരിച്ച് പലവട്ടം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയാലും തല ഉയർത്തി, കൊള്ളാം, നിനക്ക് നല്ല ചേർച്ചയുണ്ട് എന്ന് ഒരു വാക്ക് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫുഡ്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഫിഷ് കറിയാണ്. അത് ഞാൻ തന്നെ ഈ മല്ലിയും മുളകും എല്ലാം കൂടെ ചേർത്ത് വറുത്തരച്ച് വെക്കുന്ന കറി എന്ന് എൻ്റെ നാട്ടിൽ പറയും. അത് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ പലതരത്തിലും ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റ് പല കറികളും. പക്ഷേ അതെല്ലാം കഴിക്കുന്നതല്ലാതെ നീ ഉണ്ടാക്കിയ ഈ കറി സൂപ്പർ എന്നൊരു വാക്ക് വേണ്ട, അങ്ങനെ പറയണ്ട, നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളിൽ യാതൊരു തരത്തിലും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഇന്നത്തെ ഫിഷ് കറി എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത്, കുഴപ്പമില്ല എന്ന ഒരു മറുപടി. കുഴപ്പമില്ല, മറിച്ച് നന്നായിരിക്കുന്നു, നീ വെച്ച ഫിഷ് കറി എന്ത് ടേസ്റ്റാണ്, അത് ഏത് വെച്ചാലും കൊള്ളാം എന്ന് ഒരു മറുപടി. സാർ, അത് ഉള്ളിത്തട്ടി പറഞ്ഞില്ലെങ്കിലും വേണ്ട, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ബന്ധുക്കളുടെ ഇടയിലായാലും മറ്റ് ഏതെങ്കിലും ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ആയാലും അല്ല പേഴ്സണൽ ആയാലും അദ്ദേഹം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല സാർ. ഒരു കാര്യത്തിനും എന്നെ അഭിനന്ദിച്ചിട്ടില്ല. ഞാൻ ഇന്നുവരെ വഴിതെറ്റിപ്പോയ ഒരു സ്ത്രീ അല്ല. കുടുംബത്തിനെ മുഴുവൻ നോക്കിയ ഒരു വീട്ടമ്മയാണ് ഞാൻ. വീട്ടിലെ ഒരു കാര്യവും വീഴ്ച വരുത്തിയിട്ടില്ല. വേലക്കാരിയെ വെക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടും ഞാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കാരണം എനിക്ക് സമയവും സൗകര്യവുമുണ്ട്, ഞാനത് നോക്കിക്കോളാം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അനുവദിച്ചിട്ടില്ല. എല്ലാം നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മുഴുവൻ ഞാൻ വാഷ് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു, കൃത്യമായും അടുക്കി വെക്കുന്നു. അതെല്ലാം അദ്ദേഹത്തിന് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ കൃത്യമായും എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം ഞാൻ ചെയ്യുന്നതിൽ ഒരു അപ്രീസിയേഷൻ ഇല്ല എങ്കിൽ എങ്ങനെയാണ് സാർ ഒരു സ്ത്രീക്ക് അത് സഹിക്കാൻ കഴിയുക?
ഒരു ഭാര്യയല്ലേ. ഇനി ഓഫീസിൽ നിന്നും വന്നാൽ എന്നോട് അല്പം ഒരു ലോഹ്യം എന്ന് ഞാൻ പറഞ്ഞാൽ സോഫ്റ്റായി എന്തെങ്കിലും ഒരു കാര്യം വർത്താനം പറഞ്ഞിരിക്കണ്ടേ അദ്ദേഹം? ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിലും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അതെല്ലാം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഒന്നും പറയാറില്ല. ആവശ്യത്തിന് മാത്രം ഈ മനുഷ്യൻ സംസാരിക്കും. ഒരു വാക്ക് പോലും എക്സ്ട്രാ ആയി അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല. നല്ലതിനായാലും ചീത്തയ്ക്കായാലും അദ്ദേഹം അങ്ങനെയുള്ള ഒരു ആളാണ്. എന്നെ അധികമായി അദ്ദേഹം ശകാരിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു പിണക്കം തോന്നിക്കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ആ പിണക്കം അദ്ദേഹം കൊണ്ടു നടക്കും. ഒന്നും മിണ്ടില്ല, മുഖത്തും നോക്കില്ല. പക്ഷേ പിണങ്ങിയാലും ഇല്ലെങ്കിലും അദ്ദേഹം വാ തുറക്കത്തില്ല. വീട്ടിൽ അദ്ദേഹം വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ടൈം എന്ന് പറയുന്ന അദ്ദേഹം ഉപയോഗിക്കുന്നത് TV-യുടെ മുമ്പിലാണ്, ഇല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മറുപടി പറയും. സാർ, ഞാൻ ചോദിക്കുന്നത്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഈ ശരിക്കും ഒരു യാന്ത്രികമായി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ബൊമ്മയാണോ സാർ ഈ ഭർത്താവ് എന്ന് പറയുന്നത്? അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് സാർ ഞാൻ പറയുന്നത്, മടുത്തു. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നിന്നും മോചനം നേടി മറ്റൊരാളുടെ കല്യാണം കഴിച്ച് പോകണം എന്ന് ഇല്ല. എനിക്ക് ഒരിക്കലും എൻ്റെ മക്കൾക്കോ കുടുംബത്തിനോ അങ്ങനെ ഒരു അവഹേളനം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണ്ടേ സാർ? ഞാൻ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോകാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തയ്യാറാകും. സിനിമാ തിയേറ്ററിൽ ഞങ്ങൾ കുട്ടികളുമൊത്ത് സിനിമ കാണും, തിരിച്ചു വരും. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു ചായയോ സ്നാക്സോ ചോദിച്ചാൽ വാങ്ങിക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ സ്വമേധയാ മുൻകൈ എടുത്ത് നിനക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടെ കിട്ടും, ഞാൻ വാങ്ങിക്കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കാം എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. മറിച്ച് മുൻകൈ എടുത്ത് ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം, എന്നും നീ അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടുകയല്ലേ എന്ന് ഒരു സ്വമേധയാ ഒരു തീരുമാനം ഈ മനുഷ്യൻ ഇന്നുവരെ എടുത്തിട്ടില്ല. ചുരുക്കത്തിൽ എനിക്ക് മടുത്തു സാർ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞു വെച്ചത്. ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാരെല്ലാം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീട് വാങ്ങിക്കൊടുക്കും, നിങ്ങൾ കാറ് വാങ്ങിക്കൊടുക്കും, നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കും, വസ്ത്രം എത്തിച്ചു കൊടുക്കും, കുട്ടികളെ സംരക്ഷിക്കും, വീട്ടിൻ്റെ എല്ലാ കാര്യവും നോക്കും. പക്ഷേ നിങ്ങൾ ഒരു വെറും ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വെറുക്കും. ആ വെറുപ്പ് പലരും പുറത്ത് കാണിക്കാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ വീർപ്പ് മുട്ടൽ കാരണം എപ്പോഴും ഇത്തരം ഭാര്യമാർക്ക് വരുന്ന ചില രോഗങ്ങളുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചുരുക്കം ഈ ഭാര്യ ഇപ്പോൾ എന്നോട് ഷെയർ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ നാക്കിൻ തുമ്പിൽ നിന്നും വരുന്ന ഒരു നല്ല വാക്ക് കേൾക്കാൻ നിങ്ങളുടെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവൾ ഒരു സാരി ഉടുത്താൽ, പുതിയ സാരി ഉടുത്താൽ കൊള്ളാമെന്ന് പറയാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ഒരു നല്ല ഫിഷ് കറി അല്ലെങ്കിൽ ഏത് കറി വെച്ചാലും അത് കൊള്ളാം എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ഒരു നിമിഷം അതിനുവേണ്ടി മാറ്റിവെക്കണം. ഭാര്യയെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നും വേണ്ട, നീ ഇന്ന് ഞാൻ പോയതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ, ശരിക്കും ഭക്ഷണം കഴിച്ചോ, എന്തൊക്കെ നീ കഴിക്കുന്നു എന്ന് ചോദിക്കണം, അറിയണം, മനസ്സിലാക്കണം. അവൾക്ക് നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകാമെന്ന് അവൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ സിനിമയ്ക്ക് പോകാൻ. നിങ്ങൾ തന്നെ സ്വമേധയാ തീരുമാനമെടുത്ത് അവളെ കൂടെ കൂട്ടി സിനിമയ്ക്ക് പോകണം. അവളെ കൂടി അങ്ങോട്ട് പറഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോകണം. നിങ്ങൾ പ്രണയം പറയാൻ പഠിക്കണം. ഒന്ന് ഞാൻ അവസാനമായി ചുരുക്കി പറയാം. ഭാര്യമാരും സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ്. പെണ്ണ് എപ്പോഴും പ്രണയം ആഗ്രഹിക്കുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യം അത് വരുന്നത് നാക്കിൻ തുമ്പിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ആ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഭാര്യ തന്നെയാണല്ലോ, എന്നെ വിട്ടു പോകൂലല്ലോ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ തല കുമ്പിട്ട് ഇരിക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക മനുഷ്യനാകരുത്. പറയുക. അത് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ ചെവികളിൽ കൂടി അവളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്രീസിയേറ്റ് യുവർ വൈഫ് ഓൾവേസ്.
നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾവേസ് എന്ന വാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ്. വേണ്ട, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും കാരണം കണ്ടെത്തി നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു കാര്യത്താൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു തന്നെ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം പറ്റില്ല, വേണ്ട. ആഴ്ചയിൽ ഒന്നാകാമോ? പറ്റില്ല, വേണ്ട. മാസത്തിൽ ഒന്നാകാമോ? പറ്റില്ല. വർഷത്തിൽ ഒന്നാകാമോ? അതുവരെ നിങ്ങളെന്താ കേട്ടോ. വർഷത്തിൽ 14 വർഷം ജീവിച്ച ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്ന വർഷത്തിൽ ഒരിക്ക വാ തുറന്ന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, പോരാ. ഞാൻ പറയും ദിവസത്തിൽ ഒരു പ്രാവശ്യം കൊള്ളാമെന്നൊരു വാക്ക് പറയൂ. നന്നറിയാം, ഈ നൈറ്റ് നന്നായിരിക്കുന്നല്ലോ, നിനക്ക് ചേരുന്നോ, മതി, തീർന്നു, പോരെ. ഇന്നത്തെ ഫിഷ് കറി സൂപ്പർ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. മക്കളോട് പറയണോടാ, അമ്മ ഇന്നുണ്ടാക്കിയ ഈ പിന്നെ പുട്ട് നീ കണ്ടോ, പുട്ടും കടലയും നല്ല സൂപ്പർ അല്ലേടാ, അമ്മയുടെ ആ കൈയുടെ ഒരു പുണ്യം, കൈപുണ്യം, ഓ അപാര എന്ന് പറയാമോ? മക്കളുമായിട്ട് പറയുന്നത് ഭാര്യ കേൾക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? ആ, നീ ആള് സ്മാർട്ടാണല്ലോ, ഓക്കെ, പറഞ്ഞൂടെ? വൈകുന്നേരം നിങ്ങൾ എത്തുമ്പം ഭാര്യ ശരിക്കും കുളിച്ചൊക്കെ നിൽക്കുന്നു, നിങ്ങൾക്ക് ചായ കൊണ്ട് തരുന്നു. ചായ പറഞ്ഞാൽ മതിയല്ലോ, കൊള്ളാടി, നല്ല ചായ. എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ചായയുടെ ഇതുപോലും അറിയാൻ നിനയല്ലാതെ ഒറ്റാർക്കും പറ്റില്ല. പറഞ്ഞൂടെ? പറയാമല്ലോ. ചില ആളുകൾ ഈ അമ്മയുമായിട്ട് കമ്പയർ ചെയ്യും ഭാര്യ. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. ഈ ചാനൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തൃബന്ധം എങ്ങനെയായിരിക്കണം, ആരാണ് നല്ല ഭർത്താവ്, ആരാണ് നല്ല ഭാര്യ, അത് ചുമ്മാ ഞാൻ താത്വികമായി പറയുകയല്ല. എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഈ ഒരു സ്റ്റോറിയല്ല, ഒരുപാട് സ്റ്റോറി ഞാൻ പറയാം. ആ സ്റ്റോറികൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഒരു നല്ല ഭർത്താവാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ ഈ ചാനലിലെ എപ്പിസോഡുകൾ ഉപകരിക്കും. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ വീടുകളെ സമ്പന്നമാക്കിയില്ലെങ്കിൽ, അത് പണം കൊണ്ടല്ല കേട്ടോ, ആഭരണം കൊണ്ടല്ല കേട്ടോ, മറിച്ച് നിങ്ങളുടെ പെരുമാറ്റ രീതികൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു വീടിനെ ശരിക്കും സ്വർഗമാക്കാം. വീടുകളെ ഖബറുകളാക്കരുത് എന്നൊരു വാക്കുണ്ട്, അത് ഇത് തന്നെയാണ്. വീട് അലങ്കാരവും ഐശ്വര്യവും നിറയണം എങ്കിൽ ആര് മുൻകൈ എടുക്കണം? നിങ്ങൾ മുൻകൈ എടുക്കണം, ഭർത്താവ് മുൻകൈ എടുക്കണം. ചിലർ ചോദിക്കും, ഞാനങ്ങ് മുൻകൈ എടുത്താൽ മതിയോ, ഭാര്യ എന്താ ചെയ്യാനുള്ളത്? ഇനി വരുന്ന എപ്പിസോഡുകളിൽ ശ്രദ്ധിക്കുക. ചില പ്രധാനപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അനുഭവങ്ങൾ വരെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അഭിഭാഷക ജീവിതത്തിൽ തന്നെ എൻ്റെ മുമ്പിൽ വന്നുപെട്ട കഥാപാത്രങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മറ്റുള്ളവരും ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കുറേ ആളുകളെ നമുക്ക് അവരുടെ ഡിവോഴ്സിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ, അവരുടെ വീട് സന്തോഷകരമാക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ തുടങ്ങുകയാണ്, ആദ്യത്തെ എപ്പിസോഡാണ്. വരും എപ്പിസോഡുകൾ ഉടനെ ഉണ്ടാകും. അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോൾ യൂട്യൂബ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ഹൈപ്പ് എന്ന ബട്ടണിലെ പോയിന്റുകളുള്ള ആ പോയിന്റിലേക്ക് ഒന്ന് വിരലമർത്തിയാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. ഈ ചാനൽ എല്ലാവരിലേക്കും യൂട്യൂബ് കൊണ്ടെത്തിക്കും. അങ്ങനെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.